ഹായ്, നമസ്കാരം. ഇറാൻ ഇസ്രായേൽ യുദ്ധം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ചില അറേബ്യൻ രാഷ്ട്രങ്ങൾ അമേരിക്കയോട് ഒരു കാര്യം ആവശ്യപ്പെട്ടതായിട്ട് ചില ന്യൂസുകൾ വരുന്നുണ്ട്. ആദ്യമൊന്നും ഇതെനിക്ക് അത്ര വിശ്വാസയോഗ്യമായി തോന്നിയില്ല. പിന്നീട് അങ്ങോട്ട് പല ന്യൂസുകളിലും കണ്ടതുപോലെ ഒരുപക്ഷെ ഇത് സത്യമായിരിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു നുണയെ 1000 തവണ പറഞ്ഞ് സത്യമാക്കുന്ന ഒരു ഗീബൽസിയം തന്ത്രവുമായിരിക്കാം ഇത്. ഇറാൻ തങ്ങൾക്ക് ഭീഷണിയാകാത്ത വിധം ദുർബലമാകണമെന്നും ഇറാൻ തകരും വരെ യുദ്ധം അവസാനിപ്പിക്കരുതെന്നും ചില GCC രാഷ്ട്രങ്ങൾ അമേരിക്കയോട് ആവശ്യപ്പെട്ടുവെന്നാണ് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ യുദ്ധാനന്തരം അടഞ്ഞുകിടക്കുന്ന ഹോർമൂസ് കടലിടുക്ക് തുറക്കാനുള്ള ഏതൊരു അമേരിക്കൻ ശ്രമത്തെയും പിന്തുണയ്ക്കുമെന്നും UAE പ്രഖ്യാപിച്ചതായിട്ടും അറിയാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ ഇറാൻ തകരണമെന്ന് എന്തിനാണ് അറേബ്യൻ രാഷ്ട്രങ്ങൾ ആഗ്രഹിക്കുന്നത്? ഇതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ? തീർച്ചയായും അവർക്ക് ഇതിൽ നിന്ന് ഒരുപാട് ഗുണങ്ങളുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത്. പക്ഷേ ഇതൊരു ഇരുതല മൂർച്ചയുള്ള വാളാണ്. എന്തായാലും നമുക്ക് ഇവർക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്ന ലാഭങ്ങൾ എന്തെല്ലാമാണെന്ന് ഒന്ന് നോക്കാം. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഇറാൻ എന്നത് GCCയിലെ മറ്റു രാജ്യങ്ങളെ പോലെ വെറുമൊരു രാഷ്ട്രമല്ല. ഇറാൻ ഒരു ശക്തി കേന്ദ്രമാണ്. അമേരിക്കയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ 1000 കൈകളുള്ള ഒരു നീരാളിയാണ് ഇറാൻ. മിഡിൽ ഈസ്റ്റും കടന്ന് ആഫ്രിക്ക വരെ എത്തി നിൽക്കുന്ന വലിയ സൈനിക സന്നാഹത്തിനാണ് ഇറാൻ നേതൃത്വം നൽകുന്നത്. ഒരുപക്ഷെ അമേരിക്കയും ഇസ്രായേലിനെയും റഷ്യയും എല്ലാം പോലെ തന്നെ ഒരുപാട് ജനങ്ങൾക്കിടയിൽ ആരാധിക്കപ്പെടുകയും സെലിബ്രേറ്റ് ചെയ്യുകയും എല്ലാം ചെയ്യപ്പെടുന്ന ഒരു രാഷ്ട്രമാണ് ഇറാൻ എന്നുള്ളത്. ഇറാൻ തകരണമെന്ന് ആഗ്രഹിക്കുന്ന ഈ മിഡിൽ ഈസ്റ്റിലെ GCC രാഷ്ട്രങ്ങളിൽ പോലും അവിടെയുള്ള ജനങ്ങൾക്കിടയിൽ ഇറാന് വലിയ സ്വാധീനമാണുള്ളത്. ഇങ്ങനെയുള്ള ഒരു ഇറാന്റെ തകർച്ച എന്നത് കേവലമായ ഒരു രാജ്യത്തിന്റെ തകർച്ച മാത്രമായിരിക്കില്ല, അതൊരു വലിയ ഗ്ലോബൽ പവർ ഷിഫ്റ്റിംഗ് കൂടിയാണ്. ഇറാൻ തകരുകയാണെങ്കിൽ ആദ്യഘട്ടങ്ങളിൽ ഇതിന്റെ സകല ഗുണങ്ങളും ലഭിക്കാൻ പോകുന്നത് GCCയിലെ രാഷ്ട്രങ്ങൾക്ക് തന്നെയാണ്. ഇറാന്റെ ശേഷി നശിക്കുന്നതോടെ അവരുടെ പ്രോക്സികൾ ദുർബലരാകും. ഹമാസും ഹിസ്ബുള്ളയും യമനിലെ ഹൂത്തി വിമതരുമെല്ലാം അടങ്ങുന്ന അവരുടെ സംഘം ഏതാണ്ട് നിശ്ചലമാകും. പിന്നീട് ഈ സംഘങ്ങളെ എതിർത്ത് തോൽപ്പിക്കുക എന്നത് വളരെ നിഷ്പ്രയാസം കഴിയുന്ന ഒരു കാര്യമായിരിക്കും. ഇങ്ങനെ ഈ സംഘങ്ങൾ നശിക്കുന്നത് ഏതെങ്കിലും ഒരു കാലത്ത് തങ്ങൾക്കെതിരെ ഉടലെടുത്തേക്കാവുന്ന ഒരു ജനകീയ വിപ്ലവത്തിൽ നിന്ന് ജനങ്ങളെ മാറ്റി ചിന്തിപ്പിക്കുമെന്നും, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിപ്ലവം ഉണ്ടാവുകയാണെങ്കിൽ തങ്ങൾക്ക് എത്രയും വേഗം തന്നെ അത് അടിച്ചമർത്താൻ കഴിയുമെന്നും ഞങ്ങളുടെ സിംഹാസനങ്ങൾ എക്കാലവും ഒരുപോലെ സംരക്ഷിക്കാമെന്നുമാണ് GCCയിലെ രാജ്യങ്ങൾ കരുതുന്നത്. അത് ഒരു പരിധിവരെ ശരിയാണ് താനും. യമനിൽ ഒരു വിപ്ലവം ഉണ്ടായി കഴിഞ്ഞപ്പോൾ സഹായിക്കാൻ ഇറാൻ ഉള്ളത് കൊണ്ടാണ് ഹൂത്തികൾക്ക് വളരെയേറെ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞതും യമനിലെ സനയടക്കമുള്ള വലിയ പ്രദേശങ്ങൾ അവർ ഇപ്പോഴും അടക്കി ഭരിക്കാൻ കഴിയുന്നതും. മറ്റൊന്ന്, ഗൾഫ് മേഖലയിലുള്ള എണ്ണയുടെ മുഴുവൻ കുത്തകയും GCC രാഷ്ട്രങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുമെന്നുള്ളതാണ്. കൂടാതെ ഹോർമൂസിന്റെയും ബാബൽ മന്ദബിന്റെയും എല്ലാം സമ്പൂർണ്ണ നിയന്ത്രണം GCC രാഷ്ട്രങ്ങൾക്ക് തന്നെ മാത്രമായി ലഭിക്കും. കൂടാതെ ഇറാൻ എന്നുള്ള ഒരു ഭീഷണിയെ നേരിടുന്നതിന്റെ പേരിലാണ് ബില്യൺ കണക്കിന് ഡോളറുകൾ വിലയുള്ള ആയുധങ്ങൾ വർഷാവർഷം GCC രാഷ്ട്രങ്ങൾ വാങ്ങി സൂക്ഷിക്കുന്നത്. അതുപോലെ തന്നെ അമേരിക്കയുടെ ബേസുകൾ ഉണ്ടാക്കുന്നതും അമേരിക്കൻ സൈനികരുടെ തങ്ങളെ രാജ്യത്ത് തീറ്റിപ്പോറ്റുന്നതുമെല്ലാം ഇറാൻ എന്നുള്ള ഒരു ഭീഷണിയെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇറാൻ തകർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്ന പണത്തിന്റെ അളവ് GCC രാഷ്ട്രങ്ങൾക്ക് കുറക്കാമെന്നും ഇവർ കരുതുന്നുണ്ടാവും. അതുപോലെ തന്നെ ഇസ്രായേലിനെ പല GCC രാഷ്ട്രങ്ങളും ഒളിഞ്ഞും തെളിഞ്ഞും സഹായിക്കുന്നത് ഇറാനുമായിട്ടുള്ള ഈ ഒരു പവർ ബാലൻസിങ് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അതും ഒരുപക്ഷെ ഇവർക്ക് അവസാനിപ്പിക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷേ ഇതെല്ലാം വളരെ താൽക്കാലികമായി അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇവർക്ക് ലഭിക്കാവുന്ന ഗുണങ്ങളാണ്. ഈ ഗുണങ്ങളെല്ലാം നേടിയെടുത്തു കഴിഞ്ഞ ശേഷം മാത്രമാണ് ഇവർ യഥാർത്ഥ ശത്രുവിനെ നേരിടാൻ പോകുന്നത്. ഇറാന്റെ പതനത്തിന് ശേഷം ഒരുപക്ഷെ മേഖലയിലെ ഏറ്റവും വലിയ സൈനിക ശക്തി തങ്ങളാകുമെന്ന് സൗദി അറേബ്യ പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കാം. ആയുധബലത്തിലാണെങ്കിലും അംഗബലത്തിലാണെങ്കിലും സൗദി അറേബ്യ തന്നെയാണ് മിഡിൽ ഈസ്റ്റിലെ മുന്തിയ സൈനിക ശക്തി. പക്ഷേ GCCയിലെ മുഴുവൻ രാഷ്ട്രങ്ങൾ ഒരുമിച്ച് നിന്നാൽ പോലും ഇസ്രായേലിനെ അവർക്ക് നേരിടാൻ കഴിയില്ല എന്നുള്ളതാണ് പരമാർത്ഥം. യമനിലെ ഹൂത്തി വിമതരോട് യുദ്ധം ചെയ്ത് വിജയിക്കാൻ കഴിയാത്ത സൗദി അറേബ്യ എങ്ങനെയാണ് ഇസ്രായേലുമായി ഏറ്റുമുട്ടുന്നത്? മാത്രവുമല്ല, ഇസ്രായേൽ GCCയെ ആക്രമിക്കുകയാണെങ്കിൽ ഇന്ന് ഇറാൻ ചെയ്യുന്നത് പോലെ പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങൾ മാത്രമായിരിക്കില്ല ആക്രമിക്കുന്നത്. അത് സർവ്വ വിനാശശേഷിയുള്ള GCCയെ മുഴുവനായി തകർക്കുന്ന വലിയ പ്രഹരങ്ങളിലൂടെയായിരിക്കും ഇസ്രായേൽ നടത്തിയെടുക്കുക. അത് മാത്രവുമല്ല,
ഇസ്രായേലിന് പരിചയമില്ലാത്ത യാതൊരു ആയുധവും GCCയിലെ രാഷ്ട്രങ്ങളുടെ കയ്യിലില്ല എന്നുള്ളതാണ് സത്യം. ഈ അറബ് രാഷ്ട്രങ്ങളുടെയെല്ലാം ആവനാഴിയിലെ അസ്ത്രങ്ങളുടെ എണ്ണം വരെ ഇസ്രായേലിന് കാണാപ്പാടമായിരിക്കും. ഈ അടുത്ത കാലത്താണ് ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചത്. ആ സമയങ്ങളിൽ ഏത് ഭാഗത്തു നിന്നാണ് ഈ ആക്രമണം ഉണ്ടായതെന്ന് പോലും ഖത്തറിന് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് സത്യം. സയനിസ്റ്റുകളുടെ പ്രഖ്യാപിത ലക്ഷ്യമായ ഗ്രേറ്റർ ഇസ്രായേലിന് മുന്നിലെ ഒരേയൊരു തടസ്സം ഇറാനും അതിൻ്റെ പ്രോക്സികളും ഒരുക്കുന്ന പ്രതിരോധം മാത്രമാണ്. ഈ കോട്ട തകരുന്നതോടെ ഗ്രേറ്റർ ഇസ്രായേൽ എന്നുള്ള ആശയം വളരെ ശക്തമായി മുന്നിലേക്ക് വരികയും മെല്ലെ മെല്ലെ അയൽ രാഷ്ട്രങ്ങളെയെല്ലാം ഇസ്രായേൽ വിഴുങ്ങാൻ തുടങ്ങുകയും ചെയ്യും. UN-ഉം ലോക സംവിധാനങ്ങളുമെല്ലാം ഇന്നത്തേതുപോലെ അന്നും നോക്കൂതികൾ തന്നെയായിരിക്കും. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനിയുടെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയ ഒരു കാരണമുണ്ടായിരുന്നു. യുദ്ധം കൊടുമ്പിരി കൊണ്ടപ്പോൾ ജർമ്മനിയിൽ വലിയ ഇന്ധനക്ഷാമമാണ് നേരിട്ടത്. സൈനിക വാഹനങ്ങൾക്കും യുദ്ധവിമാനങ്ങൾക്കും വരെ ഇന്ധനമടിക്കാനില്ലാത്ത അവസ്ഥ. ഇതോടുകൂടി ജർമ്മനി പൂർണ്ണമായും തകർന്നു. ഈ ഒരു സാഹചര്യത്തെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചിരുന്ന ഒരു രാഷ്ട്രമായിരുന്നു അമേരിക്ക. ഏതാണ്ട് ഇതിനെല്ലാം ശേഷമാണ് അമേരിക്ക വലിയ തോതിൽ ഈ ഓയിലിന് മേലുള്ള പിടിമുറുക്കുന്നത്. ഇന്ന് നോക്കിയാൽ ഒരു ബുള്ളറ്റ് പോലും ചെലവാക്കാതെയാണ് ക്യൂബ എന്ന രാഷ്ട്രത്തെ അമേരിക്ക തകർത്തുകൊണ്ടിരിക്കുന്നത്. അമേരിക്ക എണ്ണയ്ക്ക് ഏർപ്പെടുത്തിയ ഉപരോധം കാരണം ക്യൂബ കടുത്ത ദാരിദ്ര്യത്തിലേക്കാണ് കൂപ്പുകുത്തിയത്. ഇന്ധനമില്ലാതെ സകലതും സ്തംഭിച്ച് ക്യൂബയിലെ ജനങ്ങൾ പട്ടിണിയിലാണ്. ഇറാനെയും GCCയെയും വെനസ്വേലയെയും അടക്കം ലോകത്തിലെ പ്രധാന എണ്ണ ഉൽപാദക രാഷ്ട്രങ്ങളെയെല്ലാം കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിഞ്ഞാൽ പിന്നെ ഈ ലോകം അമേരിക്കയുടെ കാൽക്കീഴിലാകും. എതിർക്കാൻ പോയിട്ട് ഉയർന്നു നിൽക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രങ്ങളെ വരെ അമേരിക്ക എണ്ണ ഉപരോധം കൊണ്ട് തകർത്തെറിയും. നമ്മുടെ രാഷ്ട്രത്തിന് പോലും ആ ഒരു നീരാളി പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്ന് വരില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഹോർമൂസ് കടലിടുക്ക് അടച്ചതുമായി ബന്ധപ്പെട്ട് വലിയ ഇന്ധനക്ഷാമമായിരുന്നു നമ്മുടെ രാജ്യത്ത് അനുഭവപ്പെട്ടത്. ഇനി അത് പൂർണ്ണമായും നിലച്ചാലുള്ള അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ യുദ്ധത്തിൽ ആരെങ്കിലും അമേരിക്കയോടൊപ്പം ചേർന്ന് ലാഭം ഉണ്ടാക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ ശരിയാണ്, അവർക്ക് ചുരുങ്ങിയ കാലത്തേക്ക് ഒരു ലാഭം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞേക്കും. പക്ഷേ വരുന്ന കാലത്തേക്ക് സ്വയമേ ഒരു കെണി പണിയുകയാണവർ. ഒരുപക്ഷെ ഇങ്ങനെയൊരു കാര്യം തിരിച്ചറിഞ്ഞത് കൊണ്ടായിരിക്കാം യൂറോപ്യൻ നാറ്റോ ശക്തികൾ അമേരിക്കയ്ക്ക് ഈ യുദ്ധത്തിൽ പരസ്യമായ പിന്തുണ നൽകാത്തതും.